ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ തിരക്കിലാട്ടോ. അപ്പോൾ എന്താണ്, ഇന്ന് മോന് ഹോസ്പിറ്റലിൽ മരുന്ന് കയറ്റാൻ പോകേണ്ട ദിവസമാണ്. അപ്പം നമ്മൾ രാവിലത്തെ എല്ലാ പണിയും വേഗം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മളെ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കണത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടോ, തക്കാളി, സവോള, കിഴങ്ങ്. അപ്പോൾ കറിയിലേക്ക് കിഴങ്ങ് ഇട്ടാൽ കറിക്കൊരു മുഴുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് അരിയട്ടെ. ഫസ്റ്റ് നമ്മൾ സവോളയാണ് അരിഞ്ഞ് വെക്കുന്നത്. അപ്പോൾ സവോള അരിഞ്ഞ് അതിന് ശേഷം നമുക്ക് തക്കാളി അരിയണം, പിന്നെ കിഴങ്ങ് അരിയണം. ഒക്കെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നടി സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മൾ ആ ലൈക്ക് ഒന്ന് അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മളെ കുഞ്ഞു ചാനലാണ്, എന്നാലും നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇതുവരെ ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ നമ്മളെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഭയങ്കര തിരക്കിലാണ്. നേരത്തെ എണീറ്റാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണല്ലോ. അപ്പോൾ മോന് സ്കൂളിൽ പോകുമ്പോഴത്തേനും എല്ലാം വേഗം റെഡിയാക്കി വെച്ചാൽ നമുക്ക് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്ക് സുഖമാണ്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലും നമുക്കൊരു വീട്ടിലേക്ക് കയറാനൊരു സുഖമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ നെല്ലും ഇങ്ങനെ എരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ച്, കറി വെച്ചിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുക്കറൊന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ എന്താ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിലയുള്ള സംഗതി തേങ്ങക്കും വെളിച്ചെണ്ണക്കുമാണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഉപയോഗിക്കാം കേട്ടോ, അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിലേക്ക് ഇട്ട് പിന്നെ ഒന്ന് ഇതായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് സബോള കേട്ടോ. സബോള വാടിയതിൻ്റെ ശേഷം നമുക്ക് ബാക്കി തക്കാളി ഒക്കെ അരിഞ്ഞ് വെച്ച തക്കാളി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ടുക. കുറച്ച് ഉപ്പ് ഇട്ട് നമ്മൾക്കൊന്ന് മൂടി വെക്കുക. ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാം കേട്ടോ. ഉപ്പ് ഇട്ടിച്ചൊന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കട്ടെ, ഒന്നൊന്ന് വേവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്കുള്ള വേണ്ട മസാലകളൊക്കെ ഒന്ന് വാടിയതിൻ്റെ ശേഷം നമുക്ക് അതിലേക്കുള്ള മസാലയൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കിഴങ്ങ് ഇട്ടു അതിലേക്ക്. കിഴങ്ങ് പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് എടുത്ത് ഒടിച്ചാൽ അതിനെ കറിക്ക് നല്ല മുഴുപ്പുണ്ടാകും. പിന്നെ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കറുമസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ടു കേട്ടോ. അതൊക്കെ ഇട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി അതിലേക്ക് ചിക്കനും ഇട്ട് കുറഞ്ഞ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് 2-3 വിസിലടിച്ച് അവിടെ ഇതാക്കി വെക്കാം. നമ്മളെ കറി റെഡിയാണ്, നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കനും ഇട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് കണ്ടോ ഇതേപോലെ ആയി. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലോണം മൂടി വെക്കുക. 2 വിസിലടിച്ചിട്ട് നമുക്ക് ഓഫാക്കി ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വേഗം പൊടി വാട്ടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പത്തിരി ഉണ്ടാക്കണം, പിന്നെ ചോറും കറിയൊക്കെ വെക്കണം. പൊടി വാട്ടാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടോ. പിന്നെ പത്തിരി ഇന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മളെ പൊടി വാട്ടി ഒക്കെ റെഡിയാക്കി ഇനി അതിങ്ങനെ കുഴച്ചുണ്ടാക്കണം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ പിന്നെ പത്തിരി ഒക്കെ കുഴച്ച് ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മുഴുപ്പ് തന്നെ കിട്ടിയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.